ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ബിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു മാംഗോ പുഡിംഗ് ആണ് തയ്യാറാക്കിയെടുക്കുന്നത്. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാം, നല്ല ടേസ്റ്റിയാണ്. അപ്പം നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് അത്യാവശ്യം വലിപ്പമുള്ള വലിയൊരു മാങ്ങ എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത മാങ്ങ എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് 4 പീസ് ബ്രെഡും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാങ്ങയുടെ തോലൊക്കെ കളഞ്ഞിട്ട് ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ മാങ്ങയൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് വളരെ കുറച്ച് ഭാഗം എടുത്തിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ബ്രെഡിൻ്റെ സൈഡൊക്കെ കളഞ്ഞതിന് ശേഷം അതും ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ പുഡിംഗ് ട്രേക്ക് പാകമായിട്ടാണ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മാങ്ങയിലേക്ക് 1 ടീസ്പൂൺ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മാത്രം മതി കേട്ടോ. മാങ്ങ വളരെ കുറച്ച് മാത്രമല്ലേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ചെറിയൊരു ഭാഗം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. 1 ടീസ്പൂൺ മിൽക്ക് മെയ്ഡ്. അത്യാവശ്യം നല്ല മധുരമുള്ള മാങ്ങയാണ്, അതുകൊണ്ടാണ് 1 ടീസ്പൂൺ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്തത്. ഇപ്പോൾ ഈ മിൽക്ക് മെയ്ഡ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇതിന് പകരം ഒരല്പം പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതിയാകും. 1 ടീസ്പൂണോ 1.5 ടീസ്പൂണൊക്കെ പഞ്ചസാര ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താലും മതിയാകും. ഇനി നമുക്കിതിവിടെ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് മിക്സിയുടെ ഒരു ജാർ എടുക്കാം. ഇതിലേക്ക് നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മാങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ പുഡിംഗ് അല്ലേ, അപ്പോൾ ഒരല്പം കൂടുതൽ മധുരം നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മധുരമാണ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് 250 ml കപ്പിൽ 1 കപ്പ് പാലും കൂടെ ചേർത്തിട്ടുണ്ട്. പാല് തിളപ്പിച്ചതോ തിളപ്പിക്കാത്തതോ ആയ പാല് ചേർക്കാം. നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. മധുരം നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ നല്ല മധുരമുള്ള മാങ്ങ ആയതുകൊണ്ട് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി ഈ ഒരു മാങ്ങ അടിച്ചെടുത്തത് നമ്മളൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഞാൻ ഒരു 1/2 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. അത് ക്ലീനായ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ വിപ്പിംഗ് ക്രീമിന് മധുരം ഉള്ളതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. മധുരം ഇല്ലാത്തതാണെങ്കിൽ പഞ്ചസാര പൊടിച്ചത്, നമ്മുടെ മധുരത്തിന് ആവശ്യമായ പഞ്ചസാര പൊടിച്ചത് കൂടെ ചേർത്തിട്ട് വിപ്പിംഗ് ക്രീം വിപ്പ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് മാങ്ങയുടെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1.5 ടേബിൾ സ്പൂൺ മാങ്ങ നമ്മളിവിടെ അടിച്ചു വെച്ചത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുകൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് നോക്കാം. ഞാൻ ഇതേപോലെ ഒരു ഗ്ലാസ് ട്രേ ആണ് എടുത്തത്. ഏതൊരു പാത്രത്തിൽ വേണമെങ്കിലും ഈ ഒരു പുഡിങ് തയ്യാറാക്കിയെടുക്കാം. നമ്മളിവിടെ അടിച്ചു വെച്ചിട്ടുള്ള മാങ്ങയുടെ ജ്യൂസിലേക്ക് നമുക്ക് ഈ ബ്രെഡ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ബ്രെഡ് നന്നായിട്ട് ഈ മാങ്ങയുടെ ജ്യൂസ് കുടിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കണം. ഈ ജ്യൂസിൽ മാങ്ങ ജ്യൂസിൽ കവർ ചെയ്തെടുക്കണം കേട്ടോ. അതായത് നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തെടുക്കണം. ബ്രെഡ് നന്നായിട്ട് കുതിർന്ന് കിട്ടണം, അതാണ് വേണ്ടത്. വളരെ ടേസ്റ്റിയായ വളരെ ഈസിയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം. എന്നാലോ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഒരു ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് അവർക്കൊക്കെ കൊടുക്കാൻ പറ്റും. അത്രയും നല്ല ടേസ്റ്റിയായ ഒരു അടിപൊളി പുഡിംഗ് ആണ് കേട്ടോ. അപ്പോൾ മാങ്ങയൊക്കെ പിന്നെ അധികം വിലയൊന്നും ഇല്ലല്ലേ. ഇപ്പം പഴുത്ത മാങ്ങ കിട്ടുന്ന ഒരു സീസണായി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്തൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. മാങ്ങ എപ്പോഴെങ്കിലുമൊക്കെ വീട്ടിൽ വാങ്ങുകയാണെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൊണ്ടു, എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ നമ്മൾ ഒരു ലെയർ ഇവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള വിപ്പിംഗ് ക്രീം ഈ മാംഗോ പ്യൂരിയുടെ മുകളിലേക്ക് ഇടുക. ബ്രെഡിൽ മുക്കി വെച്ചിട്ടുള്ള അതിലേക്ക് ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഈ ബ്രെഡിന് പകരം നമുക്ക് ബിസ്ക്കറ്റും യൂസ് ചെയ്യാം കേട്ടോ. അരിറൂട്ട് ബിസ്ക്കറ്റ്, അങ്ങനത്തെ ക്രീം ബിസ്ക്കറ്റ് അല്ലാത്ത ഏത് ബിസ്ക്കറ്റും നമുക്ക് യൂസ് ചെയ്യാം. അപ്പം ഞാൻ ആ വിപ്പിംഗ് ക്രീം ഒന്ന് ലെവൽ ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മാങ്ങയുടെ ചെറിയ കഷ്ണങ്ങൾ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇടയിലൊന്ന് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റിയാണ്. ഈ ഒരു മാങ്ങോ പുഡിംഗ് ഉണ്ടാക്കാൻ പുളിയൊന്നും ഇല്ലാത്ത മാങ്ങ എടുക്കണം കേട്ടോ. അത്യാവശ്യം നല്ല മധുരമുള്ള മാങ്ങ, നല്ല ടേസ്റ്റി ആയിരിക്കും പുഡിംഗ് കഴിക്കാനായിട്ട്. അപ്പോൾ അത് മാങ്ങയൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ബ്രെഡും അതിൻ്റെ മുകളിലേക്ക് മാങ്ങയുടെ ജ്യൂസിൽ മുക്കിയതിന് ശേഷം ഒന്ന് വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മൾ 3 ലെയറായിട്ടുള്ള ഒരു മാംഗോ പുഡിംഗാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് അല്പം വിപ്പിംഗ് ക്രീമും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി വിപ്പിംഗ് ക്രീം കൊണ്ട് നമ്മൾ നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊരു ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് ഒരല്പം മാംഗോയുടെ ആ ജ്യൂസ് ഒന്ന് ഒഴിച്ചതിന് ശേഷം ഒരു ഇർക്കിലിയോ അല്ലെങ്കിൽ ഒരു സ്ക്വയറോ കൊണ്ടൊന്ന് വരച്ചു കൊടുക്കുക. ചെറുതായിട്ടൊരു ഡിസൈൻ, അങ്ങനെയൊന്നും വേണമെന്നൊന്നുമില്ല, കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവട്ടെ എന്ന് കരുതിയിട്ട് മാത്രം എനിക്ക് വയ്ക്കുന്ന രീതിയിൽ ഞാനൊന്നിങ്ങനെയൊന്ന് വരഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്.
ഇനി ഇത് നമ്മൾ 2 മണിക്കൂർ മുതൽ ഒരു 3 മണിക്കൂർ വരെയൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം വേണം കേട്ടോ നമ്മളിത് കട്ട് ചെയ്ത് കഴിക്കാനായിട്ട്. ഇതിങ്ങനെ വേണമെങ്കിലും ഇപ്പോൾ തന്നെ കഴിക്കാം, പക്ഷേ ഇതിലും ടേസ്റ്റ് നമുക്ക് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കുമ്പോഴാണ്. ഇപ്പോൾ ഞാനൊരു 1.5 മണിക്കൂർ ഫ്രിഡ്ജിൽ താഴ്ത്ത്, ഫ്രീസറിലല്ല കേട്ടോ, ഫ്രിഡ്ജിൽ താഴ്ത്ത് വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് സമയമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ കുട്ടികൾക്ക് ഇത് കഴിക്കണമെന്നൊക്കെ തോന്നുകയാണെങ്കിൽ ഒരു അരമണിക്കൂർ നിങ്ങൾ ഫ്രീസറിൽ വെച്ചതിന് ശേഷം എടുത്താലും മതിയാകും കേട്ടോ. ഇപ്പോൾ ഞാനിതൊരു 1.5 മണിക്കൂർ ഫ്രിഡ്ജിൽ താഴ്ത്ത് വെച്ചതിന് ശേഷമാണ് ഞാനിത് നമ്മളിപ്പോൾ ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. കണ്ടോ, നല്ല പീസായിട്ട് തന്നെ നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റിയായ നമ്മൾ അടിപൊളി പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഇത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ബിസ്മി കിച്ചൺ എന്ന യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് തീർച്ചയായിട്ടും എത്തും. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയിൽ വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.